നീണ്ടകര ജംഗ്ഷനിൽ നടപ്പാത നിർമ്മിക്കാൻ ഹൈക്കോടതി ഉത്തരവ് നൽകിയതായി നടപ്പാത സമരസമിതി ഭാരവാഹികൾ അറിയിച്ചു. നിരന്തരമായ സമരത്തിനും നിയമപരമായ ഇടപെടലുകൾക്കും ശേഷമാണ് ഉത്തരവ്. ദേശീയപാത അധികൃതർ നടപ്പാത നിർമ്മിച്ചു നൽകാമെന്ന് രേഖാമൂലം കോടതിയെ അറിയിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ കൊല്ലത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നിരന്തരമായി പ്രതിഷേധം ഉയർത്തിയെങ്കിലും നീണ്ടകര ജംഗ്ഷനിൽ നടപ്പാത എന്ന ആവശ്യം ദേശീയപാത അതോറിറ്റി ആദ്യമൊന്നും അംഗീകരിച്ചിരുന്നില്ല. എല്ലായിടത്തും അടിപ്പാതയും നടപ്പാതകളും നിർമ്മിക്കാൻ കഴിയില്ല എന്ന നിലപാടായിരുന്നു ദേശീയപാത അതോറിറ്റി സ്വീകരിച്ചത്. ഇതിനൊടുവിലാണ് നടപ്പാത സമരസമിതിയുടെ നേതൃത്വത്തിൽ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. അഡ്വക്കേറ്റ് അഭിരാജ് സുന്ദർ മുഖേനയായിരുന്നു ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. എന്നാൽ നടപ്പാത നിർമ്മാണത്തിന് ശാസ്ത്രീയ സാങ്കേതിക പഠനങ്ങൾ ആവശ്യമാണെന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകാനായിരുന്നു NHAIയുടെ ശ്രമം. എന്നാൽ 4 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കഴിഞ്ഞ മാർച്ചിൽ ദേശീയപാത അഭിഭാഷകരോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വേനലവധിക്ക് ശേഷം കഴിഞ്ഞ 15-ന് നടന്ന സിറ്റിംഗിൽ ശാസ്ത്രീയ സാങ്കേതിക പഠനത്തിന്റെ അടിസ്ഥാനത്തിലും പൊതുജനങ്ങളുടെ ആവശ്യം പരിഗണിച്ചും നീണ്ടകരയിൽ നടപ്പാത നിർമ്മിച്ചു നൽകാമെന്ന് NHAI അഭിഭാഷകർ രേഖാമൂലം ഹൈക്കോടതിയെ അറിയിച്ചതെന്ന് സമരസമിതി രക്ഷാധികാരി മുൻ MLA ഡോക്ടർ സുജിത് വിജയൻപിള്ള, അഡ്വക്കേറ്റ് അഭിരാജ് സുന്ദർ, ആന്റണി ക്രിസ്റ്റഫർ, ഫ്രാൻസിസ് സേവിയർ, ഷൺമുഖദാസ്, യേശുദാസൻ ജോസഫ്, സേവിയർ എസ്, എഡ്വിൻ ഏലിയസ് എന്നിവർ അറിയിച്ചു. കാലതാമസം കൂടാതെ നീണ്ടകര ജംഗ്ഷനിൽ നടപ്പാത നിർമ്മിച്ചു നൽകണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നത്. ഒരു വർഷം മുമ്പ് അന്ന് നമ്മൾ ഇതേപോലെ ഒരു പത്രസമ്മേളനം അതായത് സമരം തുടങ്ങാൻ പോവുകയാണ് എന്ന് അറിയിക്കുന്ന രീതിയിൽ പ്രസ്താവന നടത്തിയിരുന്നു. ഇന്ന് അതേ സ്ഥലത്ത് തന്നെ സമരം അവസാനിപ്പിക്കുന്നു എന്ന രീതിയിൽ ഒരു പത്ര സമ്മേളനം നടത്താൻ സാധിച്ചതിലുള്ള സന്തോഷമാണ് അറിയിക്കുന്നത്. നിരവധി ചർച്ചകളും അതുപോലെ കളക്ടറേറ്റിലും നാഷണൽ ഹൈവേയുടെ റീജിയണൽ ഓഫീസിലും ഒക്കെ ഒരുപാട് ചർച്ചകൾ നടത്തിയെങ്കിലും ഇന്നും വിജയിക്കുന്നില്ല, പരാജയപ്പെടുന്നു എന്ന് തോന്നിയെടുത്താണ് ഇവിടുത്തെ സമരസമിതി ഒരു കേസിന് പോകുന്നത്. ഈ കേസ് വളരെ നിർണായകമാണ്. ചരിത്ര ലിപികളാൽ അല്ലെങ്കിൽ തന്റെ ലിപികളാൽ എഴുതപ്പെടാൻ പോകുന്ന ഒരു മുഹൂർത്തമാണ്. കാരണം നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ഒരു കോടതിയിലും നാഷണൽ ഹൈവേക്ക് എതിരായിട്ടൊരു വിധി വരാറില്ല, അല്ലെങ്കിൽ നിർദ്ദേശങ്ങളും വരാറില്ല. ഇവിടെ ഒരു അണ്ടർപാസ് വേണം, അല്ലെങ്കിൽ പുതിയൊരു എന്തെങ്കിലും ഒരു പെഡസ്ട്രിയൽ എന്തെങ്കിലും ഒരു നിർമ്മാണത്തിൽ മാറ്റം വരുത്തണം. കാരണം അങ്ങനെ ഒരു വിധി വന്നു കഴിഞ്ഞാൽ നിർമ്മാണം ഒരുപാട് താമസിക്കും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹാർബർ, ഏഷ്യയിലെ 2ാമത്തെ ഏറ്റവും വലിയ ഹാർബർ, ഏകദേശം 5000-ഓളം ആളുകൾ ദിവസം തോറും നടന്നു പൊക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ഹാർബറിലേക്ക് മീൻ വാങ്ങുന്നതിലേക്ക് വരുന്നത് കൂടുതലും പ്രായമായ സ്ത്രീകളായിരിക്കും. ഇവർ കൂടുതലും ഈ തലച്ചുമടായിരിക്കും മത്സ്യം വാങ്ങി വരുന്നത്. അപ്പൊ നിലവിൽ ഹൈവേ അതോറിറ്റി പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ഡിസൈനിൽ പറഞ്ഞിരിക്കുന്ന ബസ് സ്റ്റോപ്പിൽ നിന്നും ടു ആൻഡ് ഫ്രോ ഏകദേശം 2 കിലോമീറ്ററോളം നടക്കേണ്ട ഒരു സാഹചര്യമാണ് ഈ പ്രദേശത്ത് ഓൾറെഡി ഉണ്ടായിരുന്ന ഡിസൈനിൽ ഉണ്ടായിരുന്നത്. അപ്പൊ നിലവിൽ നമ്മൾ ഈ സമരസമിതി ആണെങ്കിലും മറ്റ് ഇതിൽ ഇടപെട്ടവരെല്ലാവരും ചൂണ്ടിക്കാണിച്ച് ഈ പെഡസ്ട്രിയൻ അണ്ടർപാസിന്റെ ഒരു പ്രാധാന്യം ഈ പറയപ്പെടുന്ന സ്ഥലത്ത് വന്നാൽ മാത്രമേ പ്രയോജനം ആവുള്ളൂ. ഫിഷിംഗ് ഹാർബർ, ആയിരക്കണക്കിന് ആൾക്കാർ ഉപജീവന മാർഗം നേടുന്ന ഫിഷിംഗ് ഹാർബർ, സ്പെഷ്യൽ സ്കൂൾ ഉൾപ്പെടെയുള്ള 3 സ്കൂളുകൾ, ചരിത്ര പ്രാധാന്യമുള്ള നീണ്ടകര സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയം, അതുപോലെ ചരിത്ര പ്രാധാന്യമുള്ള കണ്ണാട്ടുകുടി അമ്പലം, വളരെയേറെ പെഡസ്ട്രിയൻ പൊതുഗതാഗതം ഉപയോഗിച്ച് യാത്രകൾ ആരംഭിക്കുന്ന വലിയൊരു ജംഗ്ഷൻ. അങ്ങനെ അനുദിനം ഏകദേശം 5000 മുതൽ 8000 പേർ റോഡ് ക്രോസ് ചെയ്യേണ്ട ഒരു ജംഗ്ഷനിൽ അടിപ്പാത വേണമെന്നുള്ള ആവശ്യം 2022 മുതൽ നീണ്ടകരയിലെ വിവിധ സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു. ആദ്യം തരാമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും 2025 ആയപ്പോൾ ഇത് ലഭിക്കത്തില്ല എന്നുള്ളൊരു മറുപടി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് നീണ്ടകര നടപ്പാത സമരസമിതി രൂപം കൊള്ളുന്നതും ബഹുമാനപ്പെട്ട MP, അന്നത്തെ MLA ഞങ്ങളുടെ MLA, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എല്ലാവരും ഇതിനു വേണ്ടി ശ്രമിച്ചു. പല നിവേദനങ്ങളും ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ഗഡ്കരിക്കും ഒക്കെ നൽകിയിരുന്നു. ഹൈവേ ചെയർമാനും ഒക്കെ നൽകിയിരുന്നെങ്കിലും പരിഗണനയിൽ അവരെടുക്കാത്തത് കൊണ്ട് ഞങ്ങൾ 2025 ജൂൺ മാസം സമരം ആരംഭിച്ചു. ഇന്നിപ്പോൾ സമരം
ഇവിടെ അവസാനിപ്പിക്കുന്നതിന്റെ ഒരു സന്തോഷ വാർത്ത. ഇത് 385ാമത്തെ ദിവസമാണ് സമരം ആരംഭിച്ചിട്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.